ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ദിവസം മുഴുവൻ ശക്തിയായി മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല കാറ്റും. ഇന്ന് അത്തം ചിത്തിരൊക്കെ ആയിരുന്നു. ചോദ്യമായിരുന്നു. മുറ്റത്തൊന്നും പൂക്കളിടാനേ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഇറയത്തുണ്ട് ഒരു കുഞ്ഞു പൂക്കളിട്ടത്. തോട്ടിൽ മഴ പെയ്താലാണ് ഇതുമാതിരി ഒഴുകുക. അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റും. ഇപ്പം മഴ ശക്തി കൂടുന്നതനുസരിച്ച് തോടിൽ വെള്ളം നിറയും. നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും കേട്ടോ. അവിടെ നിന്ന് അലക്കാറുണ്ട്. എനിക്ക് തോട്ടിൽ അലക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ തോട്ടിൽ നിന്നൊക്കെ അലക്കാറുണ്ട്. ഇവിടെ നിന്ന് ശക്തിയായി മഴ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം ചിന്മയി വാവ ഇവിടെ നിന്ന് മഴ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക. മഴ കണ്ട് നിൽക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞ് മഴ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ഉണ്ട് നല്ല കാഴ്ച. താറാക്കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരാം. ഇത് കണ്ടിട്ട് അവൾക്ക് ചിരി വന്നിട്ടും വയ്യ, ചിരിക്കുന്നുണ്ട്. പൊത്തി ചിരിക്കായിരുന്നു കേട്ടോ. താറാക്കൂട്ടങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഇത് 10-50 ഉണ്ട്. ഇതിൽ 50 കൂടാതെ ഒരു 10-50 വേറെ ഫ്രണ്ടിൽ കൂടെ പോയി. അത് ഞാൻ കണ്ടില്ല. ഇവളാണ് കാട്ടി തന്നത്. അമ്മ താറാവ് താറാവ് എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു കുട്ടിലുണ്ട്. കുട്ടീൻ്റെ സൈഡിൽ കൂടെ കണ്ടത്തിലേക്ക് ഒരു വഴിയുണ്ട്. കണ്ടത്തിലേക്ക് ഉണ്ട് പോയത്. അവൾക്ക് അപ്പം പാടത്തേക്ക് പോകണം. പാടത്ത് കൊണ്ട് നിർത്തി കുറച്ച് നേരം. അപ്പോൾ കൊണ്ട് നിർത്തി പുറക്കൊക്കെ വരുന്നുണ്ട്. അപ്പം മഴ ഇത്തിരി മാറി നിന്ന സമയമായിരുന്നു കേട്ടോ. അപ്പം ഇത്തിരി വെയിലും കാണുന്നുണ്ട്, എന്നാൽ ചിരുണ്ടിരിക്കുന്നുണ്ട്. അതുമാതിരത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് പോകണ്ട, നമുക്കിവിടെ കുറേ നേരം നിൽക്കുക പാടത്തെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് നിർത്തിയേക്കാം ഇവിടെ. താറാവിനെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. താറാക്കൂട്ടങ്ങൾ അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവറ്റങ്ങളൊക്കെ കൂടി ഓടി പോകും. അപ്പം ഞങ്ങൾ അടുത്തേക്ക് വീണ്ടും പതുക്കെ ചെന്നതാണ്. അപ്പം എല്ലാം കൂടി ദേ വീണ്ടും വീണ്ടും കയറി പോവുക. മുകളിലേക്ക് അങ്ങോട്ട് കയറി പോവുക. ഇതൊരു ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ആ പിള്ളേർ വേനലവധിക്ക് കളിക്കാനായിട്ട് കെട്ടിയ ഗ്രൗണ്ടായിരുന്നു. അതിപ്പോൾ മഴ പെയ്തിപ്പോൾ ഒരു കുളം തോടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ താറാകൂട്ടങ്ങൾക്ക് ഇപ്പോൾ നല്ല സൗകര്യമായി ഇപ്പോൾ കുളിക്കാനും ഒക്കെ ആയിട്ട്. ആ ഭാഗം എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ഉണ്ടാവട്ടെ അല്ലേ. അങ്ങനെ ഇപ്പോൾ ഇത് മഴ പതുക്കെ പതുക്കെ ചാറി തുടങ്ങി. ചാറി ചാറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞപ്പോൾ അവൾ കേൾക്കണില്ല. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ വലിച്ചിട്ട് പോവാണ്ട്. അപ്പോൾ കരഞ്ഞിട്ടാണ് വരണേ. എന്നാലും പതുക്കെ പതുക്കെ പോയി. അടുത്ത മഴയ്ക്ക് ചാൻസ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. മഴക്കാര് ഇരുണ്ട് കൂടി വരണ്ട, കുറേശ്ശെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ പോവാണ്. അന്നത്തെ ദിവസം അപ്പം അങ്ങനെ കഴിഞ്ഞു.